ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടെക് ഫോർ മൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 മാത്തമാറ്റിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ചോദിക്കുന്ന, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും മാർച്ച് എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ 2016 മുതൽ 20 വരെയുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസും ആൻസറും ചർച്ച ചെയ്തു. ഇനി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2011 മുതൽ 2015 വരെയുള്ള വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏകദേശം നമ്മൾ എക്സാമിന് ചോദിക്കുന്ന മിക്ക ടൈപ്പ് ക്വസ്റ്റ്യനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാർച്ച് 2015 ക്വസ്റ്റ്യനാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് ഓഫ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ്? സൈൻ എക്സിൻ്റെ വാല്യൂ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? പ്രൂവ് ദാറ്റ് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു √2 കോസ് എക്സ്. എൻ്റെ സി പാർട്ട് എന്ന് പറയുമ്പോൾ സൈൻ 225 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തേതിനകത്ത് കണ്ട ഒറ്റയടിക്ക് നമുക്കറിയാം ഇവിടെ ആൻസർ 3 ആണ്. കാരണം ഞാൻ നേരത്തെ ഒന്നാമത്തെ സെക്ഷനിൽ ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞതാണ്, സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് -1നും 1നും ഇടയിലാണ്. -1 ഉണ്ട്, 1 ഉണ്ട്, ഇടയിലുള്ള നമ്പേഴ്സുമാണ്. നമ്പേഴ്സ് ബിറ്റ്വീൻ -1 ആൻഡ് 1 ഇൻക്ലൂഡിങ് -1 ആൻഡ് 1 എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം -1നും 1നും ഇടയിലല്ലാത്ത ഒരേ ഒരു നമ്പർ ഇവിടെ ഉള്ളത് അത് 3 ആണ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ്. എഴുതിയാൽ മതി, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അതിൻ്റെ LHS എഴുതുന്നു. LHS എന്ന് പറയുമ്പോൾ ഇതാണ് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ് ആണ്. ഇവിടെ നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡി എന്ന ഫോർമുല ഉപയോഗിക്കാം. കോസ് ഇത് ഡിയും ഇത് സിയും ഇത് ഡിയും ആണ്. അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? രണ്ടും കോസ് ആണ്, പ്ലസ് ആയതുകൊണ്ട് ഇതെങ്ങനെ പറയുന്നത്? 2 cos c plus d by 2 into cos c minus d by 2 എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത് സി, ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു അതിൻ്റെ പകുതി, ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു അതിൻ്റെ പകുതി. അപ്പം രണ്ടും കോസ് ആണ് വരുന്നത്. കാരണം കോസ് വരുമ്പോൾ ഇപ്പം കോസ് സി പ്ലസ് കോസ് ഡി ആണെങ്കിൽ വരുന്നത് 2 കോസ്, അങ്ങനെ വരുന്നത് 2 കോസ് ഇൻറ്റു 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 ആണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് ഉണ്ടോ, ഇത് സി ഇത് ഡി ബൈ 2, ഇതും അതുപോലെ എഴുതാം. അപ്പോൾ ഇവിടെ ഒന്ന് ഡി എന്ന് പറയുന്നതാണ് π/4 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നിലധികം ടേം ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ അത് തെറ്റാണ്, ഓർമ്മയാണ്. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ -π/4 മൈനസ് എക്സ് ആണ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കറക്റ്റായിട്ട് ആ സിമ്പിളൊക്കെ കൊടുത്തിരിക്കണം. ബ്രാക്കറ്റ് ഇവിടെ ആവശ്യമാണ്. ഇനി നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഇവിടെ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസലായി പോവും. പിന്നെ π/4 പ്ലസ് π/4 എന്ന് പറയുമ്പോൾ 2π/4 ഉണ്ട്, അല്ലെങ്കിൽ π/2 എന്ന് പറഞ്ഞാൽ മതി. കാരണം π/4 45 ആണ്, ഇത് 45 കൂട്ടുമ്പോൾ 90, 90/2 ഇവിടെ π/4 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് അകത്തോട്ട് മാറ്റും, മൈനസ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -π/4 പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ അവിടെ -π/4 π/4 പ്ലസ് π/4 വെട്ടിപ്പോയിട്ട് 2x/2 എക്സ് എന്നാണ് അവിടെ വരുന്ന ആൻസർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോകുന്നു. പിന്നെ π/4 പ്ലസ് π/4/2 എന്ന് എഴുതാം. ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസും ഇത് പ്ലസ്സായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്ലസ് π/2 മൈനസ് π/2 ക്യാൻസലായി പോകും. പിന്നെ നമുക്കറിയാം π/4 പ്ലസ് π/4 എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥം എത്രയാണെന്ന് അറിയാമോ? 2π/4 എന്ന് പറയാം, അതിനെ π/2 എന്ന് പറയാം. ഇത് 45 പ്ലസ് 40 90, 90ൻ്റെ പകുതി എന്താണ്? നമുക്ക് 45 തന്നെ പറയാൻ പറ്റും. അതുപോലെ ഇവിടെ 2x/2 എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അപ്പോൾ ഇവിടെ അടുത്ത ആൻസർ വരുമ്പം 2 cos π/4 ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം.
ഈ കോസ് പൈ ബൈ 4ൻ്റെ വാല്യൂ നമുക്കറിയാം 1/√2 ആണ്. ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. വേണമെങ്കിൽ നമുക്കറിയാം 2 എന്ന് പറയുന്നതിനെ √2 ഇൻറ്റു √2 എന്ന് ഇൻറ്റു ചെയ്ത് എഴുതാം. √2 ഇൻറ്റു √2. അപ്പോൾ താഴെ ഒരു √2 വരുമ്പോൾ നമുക്ക് എന്താണ്, ഓരോ √2 ക്യാൻസലായി പോയിട്ട് വരുന്ന ആൻസർ ഇത് മാത്രമേ വരൂ, √2. അപ്പോൾ √2, അപ്പം 2/√2നെ √2 എന്ന് എഴുതാം. ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതുമ്പോൾ നമ്മൾ പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കോസ് സി പ്ലസ് കോസ് ഡി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഫോർമുല അത് തന്നെ, അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, എൻ്റെ സി പാർട്ടിലോട്ട് നോക്കാം. sin 225. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഈ പൈയുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 180യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 180 തന്നെയാണ്. അപ്പോൾ 180 മൈനസ് അല്ലെങ്കിൽ 180 പ്ലസ് എന്ന രീതിയിൽ എഴുതാം. 180 പ്ലസ് 45 എന്ന് എഴുതാം. ശരിയല്ലേ? 180 പ്ലസ് 45 ആണ് 225 എന്ന് പറയുന്നത്. 180 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റിൽ വരും? 180 നമുക്കറിയാം. നമ്മളിങ്ങനെ എഴുതുമ്പോൾ 180 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയും, ഇവിടെ 0, ഇവിടെ 90, ഇവിടെ 180, ഇവിടെ 270, അങ്ങനെ 360 വരുമ്പോൾ 180 പ്ലസ് എന്ന് പറയുന്നത് ഈ ക്വാഡ്രൻ്റിലാണ് വരുന്നത്. അപ്പോൾ അവിടെ സൈൻ നെഗറ്റീവാണ്. ഇനി 180 വന്നാൽ നമുക്കറിയാം പൈയുടെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സെയിം ഫംഗ്ഷൻ തന്നെ വരും. ഈ π/2ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് അതിൻ്റെ കോ ഫംഗ്ഷനൊക്കെ വരുന്നത്, അത് ഓർമ്മ വേണം. ഇവിടെ സൈൻ വരുന്നതുകൊണ്ട് എന്താണ്, സൈൻ 180യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ തന്നെ. അപ്പോൾ sin 45 എന്ന് തന്നെ എഴുതാം, അല്ലയോ? അപ്പോൾ നമുക്കവിടെ പക്ഷേ അത് ഈ ക്വാഡ്രൻ്റിലാണ്. ഈ ക്വാഡ്രൻ്റിൽ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അതായത് തേർഡ് ക്വാഡ്രൻ്റിൽ സൈൻ നെഗറ്റീവാണ്. ഇവിടെ 2 × 90 + θ എന്ന് പറയുന്നത് ഇവിടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ -1/√2 എന്ന് എഴുതുകയും ചെയ്യാം. അപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്ത ഇയറിലോട്ട് പോകാം. മാർച്ച് 2014 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് sin π - x is equal to dash. Prove that cos 4x plus cos 3x plus cos 2x by sin 4x plus sin 3x plus sin 2x equal to cot 3x എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് തൊട്ട് മുമ്പേ പറഞ്ഞ രീതി തന്നെയാണ്. π മൈനസ് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ് വരുന്നത്. പൈ വരുമ്പോൾ സൈൻ തന്നെയാണ്. അപ്പോൾ sin x എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ അത് പറഞ്ഞ കാര്യമാണ്. ഈ പൈയുമായിട്ട് കണക്ട് ചെയ്ത് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇനിയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കിക്കണം π - x, sin π - x, sin x. പക്ഷെ cos π - x ആണെങ്കിൽ -cos x, അതിന് കാരണം സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കിത് ഏത് ഫോർമുല ഉപയോഗിച്ച് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ cos c പ്ലസ് cos d അല്ലെങ്കിൽ cos x പ്ലസ് cos y എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കൂട്ടുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ കോസിൻ്റെ വാല്യൂസ് തമ്മിൽ ആ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ കൂട്ടുമ്പോൾ ഇപ്പം ഇവിടുത്തെ ആംഗിൾ 4x, ഇവിടെ 3x കൂട്ടുമ്പോൾ 7x/2 ഒരു ഫ്രാക്ഷൻ വരും. അങ്ങനെ ഫ്രാക്ഷൻ വരാതെ പറഞ്ഞെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്താൽ മതി. ഇവിടെ ഇത് രണ്ടും കൂടെ, അതുകൊണ്ട് അതിനെ ഒന്ന് അടുപ്പിച്ച് എഴുതുന്നു. കുഴപ്പമൊന്നുമില്ല. cos 4x plus cos 2x plus cos 3x ആണ്. ഇതേക്കോ കൊണ്ട് മാറ്റി എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. sin 4x plus sin 2x by sin 3x. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? cos c plus cos dയും ഇവിടെ sin c plus sin dയും ഉപയോഗിക്കാം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഫോർമുല 2 cos c plus d/2 cos c minus d/2 2 sin c plus d/2 2 cos c plus d/2 c minus d/2 എന്ന് പറയാം. ഇല്ലയോ? കോസ് വരുമ്പോൾ രണ്ടും കോസാണ്, പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ 2 സൈൻ വരും. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഫോർമുല 2 cos 4x plus 2x/2 into cos 4x minus 2x/2 plus cos 3x ഇതിനെ അതേപോലെ ഇട്ട് by divided by. ക്ലിയർ? താഴെ അതേപോലെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ 2 sin 4x plus 2x/2 into cos 4x minus 2x/2 എന്ന് എഴുതാം. ആംഗിൾ സെയിം ആണ്. ഇപ്പോൾ ഇവിടെ വരുന്നതെല്ലാം സെയിം ആണ്. ഇവിടുത്തെ ഈ സൈനും കോസും മാറുന്നതേ ഉള്ളൂ. അപ്പോൾ sin 3x അതേപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക 4x plus 2x 6x/2 ക്ലിയർ? അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം? cos 3x എന്ന് എഴുതാം. ഇവിടെ അതേപോലെ cos x എന്ന് എഴുതാം പ്ലസ് cos 3x. ഇവിടെ 2 sin 3x എന്ന് എഴുതാം, cos x എന്ന് എഴുതാം പ്ലസ് sin 3x എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി.
ഇനി നമ്മളിവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഈ രണ്ട് ടേം ന്യൂമറേറ്ററിൽ ഈ രണ്ട് ടേം ഉണ്ട്. രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള cos 3x, ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ടുള്ള sin 3x. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുക്കുന്നു. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ cos 3x ഇൻറ്റു 2 cos x പ്ലസ് 1 എന്നും 2 താഴെ sin 3x ഇൻറ്റു 2 cos x പ്ലസ് 1 എന്നും വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് സെയിം ആണ്. ഇത് ക്യാൻസലായി പോയിട്ട് cos 3x ബൈ sin 3x എന്ന് പറയുന്നത് cot x നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ആൻസർ cot x ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ഇവിടെയും നമ്മൾ ഓർമ്മ വേണം cos x പ്ലസ് cos y അല്ലെങ്കിൽ cos c പ്ലസ് cos d എന്ന് പറയുന്ന ഫോർമുലയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് കൂടി മനസ്സിലാക്കുക. അടുത്ത പ്രോബ്ലം ഇംപ്രൂവ്മെൻറ്റ് 2013 ഷോ ദാറ്റ് ദ tan 15 degree is equal to 2 minus root 3. രണ്ടാമത് അതുപോലെ ഷോ ദാറ്റ് തന്നെയാണ് tan 50 degree പ്ലസ് cot 15 degree is equal to 4 എന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ tan നമ്മളിപ്പോൾ ഒരുപാട് കണ്ടതാണ് ഈ tan 15 അല്ലെങ്കിൽ sin 15 cos 15 ഒക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് ചെയ്തതുമാണ്. അതുപോലെ 75 ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. tan 15 നമുക്കറിയാവുന്ന 30, 45, 60യുടെ ടേംസിലോട്ട് മാറ്റുമ്പോൾ ഇതിനെ രണ്ട് ഇതിൽ എഴുതാം. ഒന്നെങ്കിൽ 45 മൈനസ് 30 എന്നോ അല്ലെങ്കിൽ 60 മൈനസ് 45 എന്നോ എഴുതാം. ഞാനിവിടെ tan 45 മൈനസ് 30 ഡിഗ്രി എന്ന് എഴുതുന്നു. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ സെയിം ആയിട്ട് വരും. എന്നിട്ട് tan a മൈനസ് ബി എന്ന ഫോർമുല ഉപയോഗിക്കും, അല്ലെങ്കിൽ c മൈനസ് ഡി അല്ലെങ്കിൽ x മൈനസ് വൈ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം tan a മൈനസ് ബി എന്ന് പറയുന്നത് tan a മൈനസ് tan b ബൈ 1 പ്ലസ് tan a tan b എന്നാണ്. ഇപ്പോൾ എക്ക് പകരം ഇവിടെ ഏതാണ് 45ഉം ബിക്ക് പകരം 30 കൊടുത്ത് നമുക്ക് എഴുതുമ്പോൾ tan 45 മൈനസ് tan 30 ബൈ 1 പ്ലസ് tan 45 ഇൻറ്റു tan 30 എന്ന് എഴുതാം. ശരിയില്ലയോ? ഫോർമുല അറിയണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഇതിൻ്റെ വാല്യൂ 1/√3 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം, ഇവിടെ 1/√3 കൊടുക്കാം. ഇവിടെ 1 ആണ്, ഇവിടെ 1 ഇൻറ്റു 1/√3 എന്ന് കൊടുക്കാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 മൈനസ് 1/√3 ഇല്ലയോ? ന്യൂമറേറ്ററിൽ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ √3 മൈനസ് 1/√3. ഇവിടെ അതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 1 ഇൻറ്റു 1 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 പ്ലസ് 1/√3 എന്ന് എഴുതാം. ആ √3 കോമൺ ഡിനോമിനേറ്റർ എന്നത് ക്യാൻസലായി പോയിട്ട് ആൻസർ വരുന്നത് √3 മൈനസ് 1/√3 പ്ലസ് 1 കേട്ടോ. അപ്പോൾ എന്താ ചെയ്തത്? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ബൈ √3 മൈനസ് 1/√3. ഇപ്പം √3 കൊണ്ട് ഇവിടെ ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, 1 പ്ലസ് 1/√3 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ബൈ √3 പ്ലസ് 1/√3. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ √3 വരുന്നിട്ട് ക്യാൻസൽ ആയി പോയിട്ട് ന്യൂമറേറ്റർ √3 മൈനസ് 1ഉം ഡിനോമിനേറ്റർ √3 പ്ലസ് 1ഉം വരും. പക്ഷേ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. പക്ഷേ ഇതേ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു രണ്ട് ഇറാഷണൽ നമ്പേഴ്സാണ്. ഇപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുന്നതിന് ഇത് ഡിനോമിനേറ്ററിൽ വരുന്ന √3 പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ പ്ലസ് ആണ്. അപ്പോൾ ഇത് മൈനസ് വരുന്ന √3 മൈനസിൻ്റെ കോഞ്ചിയേറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. √3 മൈനസ് വരുന്ന ആ നമ്പർ കൊണ്ട്, ആ ഇറാഷണൽ നമ്പർ കൊണ്ട് താഴെയും മുകളിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ഈ ഇറാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഇല്ലാതാക്കാൻ, ഡിനോമിനേറ്ററിലെ ഇറാഷണൽ നമ്പേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ ഏതാണോ ഇറാഷണൽ നമ്പർ വരുന്നത് അതിൻ്റെ സിമ്പിൾ നടുക്ക് വരുന്ന സിമ്പിളാണ് നോക്കണം. ആ സിമ്പിൾ മാറ്റുക. പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് വരുന്ന √3 മൈനസ് 1 √3 മൈനസ് 1 താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴെ മുകളിലും ചെയ്തെങ്കിൽ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് √3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇത് മൾട്ടിപ്ലൈ, എന്ത് ഫ്രാക്ഷൻ? ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ അതല്ല, √3 പ്ലസ് 1 √3 മൈനസ് 1. ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി കേട്ടോ. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ഇതിന് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. അതുകൊണ്ട് √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആയതുകൊണ്ട് സ്ക്വയർ, ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആയതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ √3യുടെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിയോ? √3യുടെ സ്ക്വയർ 3 ആണ്, 1ൻ്റെ സ്ക്വയർ 1 ആണ്, മൈനസ് ഇവിടെ മൈനസ് ആയി നടക്കും മൈനസ്
2 ഇൻറ്റു ഇവ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ആണ്. √3 × 1 അതാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡബിളാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെ സ്ക്വയർ പിന്നെ ഇവ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡബിൾ. ഇപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കുക. പിന്നെ √3 സ്ക്വയർ ഇവിടെയും പറയാം, 3 - 1 എന്ന് പറയാം, ശരിയില്ലയോ? അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നോക്കിയാൽ ഇത് 4 - √2√3 ബൈ 3 - 1 2 എന്ന് പറയാം, ശരിയില്ലയോ? 4 - 2√3 ബൈ 2 എന്ന് പറയാം. ഇവിടെ രണ്ടിടത്തും എന്ത് എഴുതാം? 2 കോമൺ ആയിട്ട് എടുക്കണം. ചില ആളുകൾ ചെയ്യുന്നത് ഈ 2നെയും ഈ 4നെയും ക്യാൻസൽ ചെയ്ത് ഇതിനെ 2 - 2√3 എന്ന ആൻസർ എഴുതി വെക്കും. പറ്റത്തില്ല, എന്നറിയാമല്ലോ. കാരണം ന്യൂമറേറ്ററിൽ 2 ടേം ഉണ്ട്. 2 ടേം ഉള്ളത് കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ 2 ടേമിലും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തിട്ട് മാത്രമേ ക്യാൻസൽ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടേമിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 2 ഇതിൽ പോയി കഴിഞ്ഞാൽ ബാക്കി 2 ആണ് -√3 കേട്ടോ. അപ്പോൾ ആ 2 × 2 ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ആ 2 ഈ 2 കൂടെ വെട്ടിപ്പോവും. അപ്പം ബാക്കി ഇവിടെ വരുന്നത് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ √3 എന്ന് കിട്ടും. അപ്പോൾ ഇത് ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഈ ആൻസറിൽ എത്തിച്ചു തരും നമ്മൾ. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇതിനെ ഈ രീതിയിലാക്കി മാറ്റണം. അപ്പോൾ ഷോദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാക്കി മാറ്റിയേ പറ്റും. 3 മാർക്ക് ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിലാക്കി മാറ്റിയേ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ വരുന്ന ഇറാഷണൽ നമ്പേഴ്സ്, ഡിനോമിനേറ്ററിൽ വരുന്ന ഇറാഷണൽ നമ്പേഴ്സ് എണ്ണം അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ഇനി ഇത് കൊണ്ടുവരണം, ശരിയില്ലയോ? എന്നുവെച്ചാൽ tan 15 എന്ന് പറയുന്നത് 2 - √3 ആണ് എന്നെങ്കിൽ cot 15 എത്ര ആയിരിക്കും? എന്തായിരിക്കും അതിൻ്റെ റെസിപ്രോക്കൽ? 1/2 -√3 എന്നാണ്, ശരിയല്ലയോ? അപ്പോൾ ഇങ്ങനെ എഴുതാലോ. tan 15 വാല്യൂ നമുക്കറിയാം. ഇതിനെ tan 15ൻ്റെ വാല്യൂ cot 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ tan 15ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ശരിയല്ലയോ? അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 2 - √3 ആയി മാറും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - √3 2² + 1/2 - √3 എന്ന് കിട്ടും. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പർ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ +1/2 - √3 എന്ന് പറയാം. അപ്പോൾ നേരത്തെ ഇപ്പം നമ്മളിവിടെ സ്ക്വയർ ചെയ്തതിൻ്റെ കൂട്ടി ഇതിനെയും സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, എന്നുവെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. √3യുടെ സ്ക്വയർ 3 ആണ്. പിന്നെയോ -2 × 2 × √3 എഴുതി കൂടായോ? ഇല്ലയോ? 2 × 2 4 എന്ന് എഴുതാം. എന്നിട്ട് ഈ +1 എഴുതാൻ മറക്കരുത്. നമ്മൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്താണ് ഇത്രയും ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 4, ഇതിൻ്റെ സ്ക്വയർ 3 ആണ്. അപ്പോൾ പ്ലസ് ആണ്. പിന്നെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2√3 ആണ്. അതിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ വരുന്നത്. 2ab എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും, ശരിയില്ലയോ? അപ്പോൾ ഇനി നോക്കിയേ, ഇവിടെ 4 + 3 + 1 ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഈ റാഷണൽ നമ്പേഴ്സ് പറയുമ്പോൾ ഇതാണ്. എന്നുവെച്ചാൽ റൂട്ട് ഇല്ലാത്ത നമ്പേഴ്സിനെയാണോ റാഷണൽ നമ്പേഴ്സ് പറയുന്നത്. അപ്പോൾ 4 + 3 + 1 8 ആണ്. അപ്പോൾ ഈ 8 - 4√3/2 - √3 എന്ന് എഴുതാം. ചില ആൾക്കാർ ഈ √3 അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടൊക്കെ എഴുതും, എന്നിട്ട് കിട്ടുന്ന ആൻസർ എഴുതി വെക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നേരത്തെ പറഞ്ഞതാണ്, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഒരു 4 കോമൺ ആയിട്ട് എടുക്കുക. ഈ മേലത്തെ ടേമിൽ നിന്നും 4 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടുന്ന് 8ൽ നിന്ന് 4 പോകുമ്പോൾ 2 ആണ്. ഞാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യണം. 8/4 2 ആണ്. 4√3 4 എടുത്തു കഴിഞ്ഞാൽ √3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് 4 × 2 - √3/2 - √3 ഇത് ക്യാൻസലായി പോയിട്ട് ആൻസർ എന്ത് കിട്ടി? 4. അപ്പോൾ നമുക്ക് പറയാം tan 15° + cot 15° = 4 എന്ന് പറയാം. 2013 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോകാം. മാർച്ച് 2013 ഇതാണ് പ്രോബ്ലം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറയും, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പാർട്ട് 1 ഞാൻ പറഞ്ഞ കാര്യമാണ്. പാർട്ട് 1ൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുകൂടെ നോക്കുക. അതുപോലെ പാർട്ട് 1ൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ പാർട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക.
അപ്പം ക്വസ്റ്റ്യൻ ഇതൊന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തതാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി അല്ലെങ്കിൽ കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചിന്തിക്കുക. അത് അതേ വർഷം തന്നെ ചോദിച്ചതാണ്. മാർച്ച് 2013 ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. tan π/4 പ്ലസ് എക്സ് ബൈ tan π/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ LHS എടുത്ത് എഴുതുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു tan a പ്ലസ് ബി tan a മൈനസ് ബി എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുന്നു. tan a പ്ലസ് ബി ആണെങ്കിൽ tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b എന്ന് പറയാം. tan a മൈനസ് ബി ആണെങ്കിൽ tan a മൈനസ് tan b ബൈ 1 പ്ലസ് tan a tan b എന്ന് പറയാം. ശരിയല്ലയോ? ഇതൊക്കെ എഴുതി വെച്ചോണം, പഠിച്ചോണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ എക്ക് വരെ പക്ഷേ അവിടെ എന്ത് കൊടുക്കണം? π/4ഉം ബിക്ക് പകരം എക്സും കൊടുക്കുമ്പോൾ നമുക്ക് പറയാം tan π/4 പ്ലസ് എക്സിനെ tan π/4 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan π/4 tan എക്സ് ബൈ ഇതിൻ്റെ കൊടുക്കുമ്പോൾ tan π/4 മൈനസ് tan എക്സ് ബൈ 1 പ്ലസ് tan π/4 ഇൻറ്റു tan എക്സ് എന്ന് പറയാം. ഇനി tan π/4ൻ്റെ വാല്യൂ നമുക്കറിയാൻ പറ്റാ 1 ആണ്. അപ്പോൾ ഇത് 1 ആയി, ഇവിടെ 1 ആയി, ഇവിടെ 1 ആയി, ഇവിടെ 1 ആയി. അപ്പോൾ 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് 1 മൈനസ് tan എക്സ് ബൈ 1 പ്ലസ് tan എക്സ് എന്ന് വരും. ശരിയില്ലയോ? ഇല്ലയോ? ഇത് 1 ആയി. അപ്പോൾ 1 പ്ലസ് tan എക്സ് ബൈ ഇതും 1 ആയി. അപ്പോൾ 1 മൈനസ് tan എക്സ്. ഇവിടെ അതേപോലെ ഇത് 1 ആണ്. 1 മൈനസ് tan എക്സ് ബൈ 1 പ്ലസ് tan എക്സ്. നമ്മൾ വിചാരിക്കുന്നത് രണ്ട് സെയിം ആണ്. സെയിം അല്ല. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 പ്ലസ് tan എക്സും ഇവിടുത്തെ ന്യൂമറേറ്റർ 1 പ്ലസ് tan എക്സും ഇവിടുത്തെ ന്യൂമറേറ്റർ 1 മൈനസ് tan എക്സും ആണ്. അതുകൊണ്ട് സെയിം അല്ല. അപ്പോൾ പക്ഷേ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതും ഒരു ഫ്രാക്ഷനാണ്. നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിന് ആദ്യത്തെ ഫ്രാക്ഷനെ രണ്ടാമത്തെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നുവെച്ചാൽ 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സിനെ ഇതിനെ തിരിച്ചിടുക 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഉണ്ടോ? ശരിയില്ലയോ? അപ്പോൾ ഇത് രണ്ട് സെയിം ആയിട്ടില്ലേ വരുന്നത്? ഇതെങ്ങനെ പറയാം? ഇത് 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് സെയിം നമ്പറാണ്. നമ്മൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയത്തില്ലയോ? അല്ലെങ്കിൽ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറയും. അതേപോലെ 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് ഇൻറ്റു 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സിനെ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് tan എക്സ് ബൈ 1 മൈനസ് tan എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമ്മുടെ ആൻസറിൽ എത്തിച്ചേരും. നല്ല പ്രോബ്ലമാണ്. ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു പ്രോബ്ലമാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ഇനി അടുത്ത ഇയറിലേക്ക് പോയി. ഇമ്പ്രൂവ്മെൻറ്റ് 2012. ഷോ ദാറ്റ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് tan 3x tan 2x tan x is equal to tan 3x മൈനസ് tan 2x മൈനസ് tan x. ഉണ്ടോ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. ഇതിൽ നിന്നും ഇത് കുറച്ച് പോയേക്കുവാണ്. അപ്പോൾ ഇത് രണ്ട് സെയിം ആണെന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുക്കുന്നു tan 3x എന്ന് പറയുന്നത് നമുക്കറിയാം tan 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. അറിയാവുന്ന കാര്യമാണ്. tan 3x എന്ന് വെച്ചാൽ 3x എന്ന് പറയുമ്പോൾ 2x പ്ലസ് എക്സ് ആണ്. നമുക്കറിയാം 3 മാങ്ങ എന്ന് പറയുന്നത് 2 മാങ്ങ പ്ലസ് 1 മാങ്ങ എന്ന് പറയത്തില്ലേ? അതേപോലെയാണ് tan 3x എന്ന് പറയുന്നത് tan 2x പ്ലസ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ tan a പ്ലസ് tan b എന്ന ഫോമിലായി. ഇത് a എന്ന് വിചാരിക്കുക, ഇത് b എന്ന് വിചാരിക്കുക. അപ്പോൾ tan a പ്ലസ് tan b എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞാൽ tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്ക് വരും 2x ബിക്ക് വരും എക്സും ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? tan 2x പ്ലസ് tan x ബൈ 1 പ്ലസ് tan 1 മൈനസ് tan 2x tan x എന്ന് എഴുതാം. ശരിയില്ലയോ? ഇവിടെ എന്തുകൊണ്ട്? tan 3x ഉണ്ട്. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിനെ ഞാൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എപ്പോഴത്തോളം നമുക്കറിയാം ഇൻറ്റു ചെയ്യണം. tan 3x ഇൻറ്റു ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പം ഇങ്ങനെ എഴുതാം ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് സൈഡ്. അപ്പം ഇത് മാത്രമേ ഉള്ളൂ, കാരണം ഇത് അപ്പുറത്ത് കൊണ്ടുപോയി. ഇനി tan 3x കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു tan 3x തന്നെയാണ്. ഇനി ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് tan 3x tan 2x tan x എന്ന് എഴുതുന്നു. ഉണ്ടോ? ഇവിടെ അപ്പോൾ എന്തുകൊണ്ട് tan 2x പ്ലസ് tan x എന്ന് എഴുതുന്നു. ഇത് ചെയ്യേണ്ടത് ഈ ടേമിനെ എല്ലാം ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഇത് പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആയി മാറി. ഈ ഒരു ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുപോകും. മൈനസ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി മാറും. ഉണ്ടോ? tan 3x ഇവിടെ ഉണ്ട്. ഈ tan 2x ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് tan 2x ആണ്. tan x ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് tan x ആണ്. ഇനിയോ ഇത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയി മാറും. ഇതാണോ നമ്മുടെ ആൻസർ? തിരിച്ചെഴുതിയാൽ മതി. ഇല്ലയോ? തിരിച്ചെഴുതിയാലും മതി. ഇതാണ് നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും മതി. അടുത്ത മാർച്ച് 2012 ഇതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos 3x പ്ലസ് cos 7x മൈനസ് cos 2x ബൈ
സൈൻ 7x മൈനസ് സൈൻ 3x മൈനസ് സൈൻ 2x ഈക്വൽ ടു കോട്ട് 2x. ഇതേപോലെ നേരത്തെ പ്രോബ്ലം ചെയ്താൽ പക്ഷേ പ്രോബ്ലം വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ LHS എടുത്ത് എഴുതുന്നു ഇല്ലയോ? അപ്പോൾ ഞാനിവിടെ എഴുതിയപ്പോൾ cos 7x ആദ്യം എഴുതി, cos 3x രണ്ടാമത് എഴുതി, മൈനസ് cos 2x അതേപോലെ എഴുതി, സൈൻ 7x മൈനസ് സൈൻ 3x മൈനസ് സൈൻ 2x. ഇനി നമുക്കറിയാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാണ് സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ 7x പ്ലസ് 3x അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടണം ഇല്ലയോ? 7x പ്ലസ് 3x ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പകുതി എടുക്കുമ്പോൾ അത് 5x ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളെടുത്താൽ മതി, ഇതുപോലെ എടുത്താൽ മതി. എന്നിട്ട് ഇതൊരു സിയും ഇത് ഡിയും ആക്കിയിട്ട് കോസ് സി പ്ലസ് കോസ് ഡിയും ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് കോമൺ ആയിട്ട് എടുത്ത് നമുക്ക് വെട്ടിക്കളയുമ്പോൾ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതേ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ വരുമ്പോൾ 2 cos c പ്ലസ് ഡി ബൈ 2 cos c മൈനസ് ഡി ബൈ 2. അപ്പോൾ സിക്ക് വരാം 7x, ഡിക്ക് വരാം 3x. അപ്പോൾ നമുക്ക് പറയാം 2 cos 7x പ്ലസ് 3x ബൈ 2 ഇൻറ്റു cos 7x മൈനസ് 3x ബൈ 2 മൈനസ് cos 2x. ഇവിടെ പറയുമ്പോൾ എങ്ങനെയാണ് 2 ഇവിടെയും കോസിൽ തുടങ്ങണം. കാരണം സൈൻ സി മൈനസ് സൈൻ ഡി ആണെങ്കിൽ ഫോർമുല 2 cos c പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 cos 7x plus 3x by 2 into sin 7x minus 3x by 2 minus sin 2x എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 7x plus 3x 10x അതിൻ്റെ പകുതി 5x. ഇവിടെ അതുപോലെ 7x 3x പോയാൽ 4x അതിൻ്റെ പകുതി 2x. ഇവിടെ അത് തന്നെ 5x 2x 1. ഇനി നമുക്കറിയാം ഇവിടെ നിന്നും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് cos 2x. ഇവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് സൈൻ 2x, ശരിയല്ലയോ? അപ്പോൾ ഇവിടെ cos 2x എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് cos 2x എടുക്കുമ്പോൾ 2 cos 4x മൈനസ് 1 എന്നായി മാറും. ഇവിടെ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും സൈൻ 2x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 2 cos 4x മൈനസ് 1 എന്നായി മാറും. നേരത്തെ കൂട്ട് ഇത് കോമൺ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ cos 2x ബൈ സൈൻ 2x എന്ന് പറയുമ്പോൾ cot 2x ആണ് നമ്മുടെ ആൻസർ എത്തിച്ചേരുന്നു. ഇതേ ഒരു പ്രോബ്ലം മറ്റു തരത്തിലുള്ള നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഈ പ്രോബ്ലം. 2012 മാർച്ചിലെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആൻഡ് എക്സ് ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ഫൈൻഡ് സൈൻ എക്സ് കോസ് എക്സ്. സൈൻ എക്സും കോസ് എക്സും മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എഴുതാം ടാൻ എക്സ് ഈക്വൽ ടു 1/2. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അല്ലയോ എക്സ് തേർഡ് ക്വാഡ്രന്റ് ആണ്. ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇത് എക്സ് ആയാൽ ഇതിൻ്റെ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ 1 എന്നും അഡ്ജസൻറ്റ് സൈഡിനെ 2 എന്നും എടുക്കാം. സംശയമൊന്നുമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ ഈ ടാനെ ഉപയോഗിച്ച് ഇതേപോലെ ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1 എന്നും 2 എന്നും എടുക്കാം. കാരണം 1/2 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എളുപ്പം √2² + 1² അല്ലെങ്കിൽ 1² + 2² എന്ന് പറഞ്ഞാൽ മതി. അത് √5 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുമ്പോൾ √5 ആണ്. റൂട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ വാല്യൂ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ √5 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഉണ്ടെങ്കിൽ ഇനി ഏത് ട്രിഗണോമെട്രി റേഷ്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പക്ഷേ നമുക്കിവിടെ സൈൻ എക്സും കോസ് എക്സും മതി. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√5. പക്ഷേ അതിൻ്റെ സിമ്പിൾ നോക്കുമ്പോൾ എവിടെ എക്സ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ദെയർഫോർ സൈൻ എക്സ് ഈക്വൽ ടു -1/√5 എന്ന് പറയാം. ഇനിയോ നോക്കിക്കോ, ഇനിയോ അടുത്ത കോസ് നോക്കുമ്പോൾ എന്താണ്? തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അതുകൊണ്ട് കോസ് എന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പറയുമ്പോൾ 2/√5 ആണ്. അപ്പം -2/√5 എന്ന് പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് സൈനും കോസും നെഗറ്റീവായത്? തേർഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവാണ്. എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. അവിടെ സൈനും കോസും നെഗറ്റീവ് ആയതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വരുന്നത്. അവിടെ പോസിറ്റീവായിട്ടുള്ളത് അത് തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവായിട്ടുള്ളത് ടാനും കോട്ടും ആണെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത മാർച്ച് 2011 ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ സൈൻ 31π/3. Show that cos x plus cos y the whole square plus sin x plus sin y the whole square is equal to 2 cos square sin 2 cos 4 cos square x minus y/2 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യത്തെ റിസൾട്ടിലോട്ട് പോകാം. നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുക. സൈൻ ഏതാണ്? 31π/3.
അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ പൈയുടെ ടേം പ്ലസ് പൈയുടെ മൾട്ടിപ്ലൈ പ്ലസ് 5/3 എന്ന ഫോമിൽ എഴുതാം. അതെങ്ങനെ എഴുതാമെന്ന് പറയാം. അത് എഴുതുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ 31നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 പ്ലസ് ഇങ്ങനെ വരുന്നത് 10 പ്ലസ്. അപ്പോൾ ഇതിനെ എഴുതുമ്പോൾ 10π + 5/3 എന്ന് എഴുതിയാൽ മതി. ശരിയാ നോക്കാം. നമുക്കറിയാം 31നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 10 പോയിൻ്റ് അല്ലെങ്കിൽ 10+ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പം 10π എന്ന് എഴുതാം. ബാക്കി വരുന്നത് π/3 ആണ്. കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30π + π എന്ന് പറയുമ്പോൾ 31π/3 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എഴുതാൻ അറിയാം ഈ പൈയുടെ ഏത് മൾട്ടിപ്ലൈയിലും അല്ലേ ഓടായാലും ഈവൻ മൾട്ടിപ്ലൈ ആയാലും വന്നാൽ സൈൻ എന്ന് പറയുന്നത് സൈൻ തന്നെയാണ്. എന്നിട്ട് സൈൻ π/3 ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ സൈൻ നോക്കണം. നമ്മൾ പറഞ്ഞു പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് വരുന്നത് ഈവൻ മൾട്ടിപ്പിളിനോട് ഒരു നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈവൻ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0, 2π, 3, 4π, 6π എക്സെട്ര അത് നമ്പർ ആഡ് ചെയ്താൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണെന്ന് കൂടി മനസ്സിലാക്കും. എന്നുവെച്ചാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇനി നമുക്കറിയാം സൈൻ π/3 എന്ന് പറയുന്നത് സൈൻ 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്. ആൻസർ എഴുതും. അതുപോലെ അടുത്ത ഇത് cos x + cos y ഇത് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം നോക്കാം. അപ്പോൾ ഇതുമ്പോൾ ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും എടുക്കുക. a + b² എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + b² + 2ab എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ cos² x + cos² y + 2 cos x cos y. ഇവിടെ എഴുതുമ്പോൾ sin² x + sin² y + 2 sin x sin y എന്ന് എഴുതാം. ശരിയില്ലേ? എന്നിട്ട് ഞാൻ ഈ സൈൻ സ്ക്വയറും അവിടെ ഒരേ ആംഗിൾ വരുന്നത് cos² x വരുന്നത് ഒരുമിച്ച് എഴുതുന്നു. ഇപ്പം എക്സ് വരുന്നത് ഇതാ cos² x ഉം sin² x ഒരുമിച്ച് എഴുതുന്നു. അല്ലെങ്കിൽ അതിനെ sin² x + cos² x എന്ന് എഴുതുന്നു. അടുത്തത് sin² y + cos² y എന്ന് എഴുതുന്നു. ഇവിടെ രണ്ടിടത്തും 2 കോമൺ ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? sin² x + cos² y + sin² y + cos² y + 2 × cos x cos y + sin x sin y. കാരണം ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് എടുത്തത് 2 ആണ്. ഈ രണ്ട് ടേമിൽ നിന്നും ഇനി ഇങ്ങനെ എഴുതാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് sin² x + sin² y. ഇവിടെ രണ്ട് സെയിം ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. സ്ക്വയർ ഫോർമുല. അപ്പോൾ ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ 1 + 1 എന്ന് എഴുതാം. പക്ഷേ ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം cos x cos y + sin x sin y. ഇത് ഏതിൻ്റെ ഫോർമുലയാണെന്നറിയാമോ? cos x - y ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1 + 1 + cos x - y. ഇതൊക്കെ നമ്മൾ അറിയണം. ട്രിഗണോമെട്രിയിലെ ഓരോ ഇക്വേഷൻ പഠിച്ചെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 + 2 cos x - y എന്ന് എഴുതാം. ഇവിടെ രണ്ടിടത്തും 2 കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2 × 1 + cos x - y എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടൊരു ഇക്വേഷനാണ്. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചോണ്ട് ഞാൻ ഇതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 + cos 2x എന്ന് പറയുന്നത് 1 + cos 2x എന്ന് പറയുന്നത് 2 cos² x ആണ്. ഇത് പല രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാം. 1 + 2 cos x എന്ന് പറയുമ്പോൾ 2 cos² x ആണ്. എന്നുവെച്ചാൽ ഇവിടെ വരുന്നതിൻ്റെ ഡബിൾ ആണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്നതിൻ്റെ ഹാഫ് ആണ് ഇവിടെ വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. ശരിയില്ലേ? അപ്പോൾ ഇവിടെ അതേ ഫോമുല വരുന്നതാണ് 1 + cos. പക്ഷേ എക്സിന് പകരം x - y ആണ്. 2x പകരം x - y ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വരുന്നതിൻ്റെ ഹാഫാണ് എൻ്റെ ആൻസറിൽ വരുന്നത് 2 cos². ഇവിടെ 1 + cos x ആയിരുന്നെങ്കിൽ 2 cos² x/2 എന്ന് വന്നേനെ. എന്നിട്ട് ഇവിടെ അത് തന്നെ അവിടെ മൈനസ് ആണെങ്കിൽ 2 sin² ആണ്. അപ്പോൾ ഇവിടെ x ആയിരുന്നെങ്കിൽ ഇവിടെ 2 sin² x/2 എന്ന് വന്നേനെ. അതേപോലെയാണ് ഇവിടെ വരുന്നത് 1 + cos x - y. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോഴാണ് ഇതാ 2 cos² എന്ന് എഴുതാം, x - y എന്ന് എഴുതാം, /2 കൊടുക്കേണ്ടി വരും. കണ്ടോ? ഇത് ഈ ഫോർമുല ഉപയോഗിച്ചാൽ ശ്രദ്ധിച്ചോണം. ഈ ഫോർമുല അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെ ഒരു എക്സിന് പകരം വരുന്നത് x - y ആണ്. അപ്പോൾ അത് /2 കൊടുക്കണം. അതിന് മനസ്സിലാക്കേണ്ടത് 1 + cos 2x എന്ന ഫോർമുലയുടെ ഇക്വേഷൻ 2 cos² x ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്ന ആംഗിൾ 2x ആണ്, അതിൻ്റെ ഹാഫാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് x - y ആണ്, അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ x - y/2 ആണ്. അപ്പോൾ 2 × 2 എന്ന് പറയാം 4 cos² x - y/2 എന്ന ആൻസർ എത്തി. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് പല ഇക്വേഷനും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മളിവിടെ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് 2011 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2011 മുതൽ 2020 വരെയുള്ള പ്രോബ്ലംസാണ് ചെയ്തത്. അപ്പോൾ 10 ഇയേഴ്സ് ആവും. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ എക്സ്പാൻഡ് കോസ് എക്സ് പ്ലസ് വൈ ആൻഡ് ഹെൻസ് പ്രൂവ് ദാറ്റ് കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇല്ല, കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അത് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ കോസ് വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഇവിടെ ഇക്വേഷൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ മൈനസ് ഉള്ള തൊട്ട് മുമ്പേ നമ്മൾ കാണുകയും ചെയ്യില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ സൈൻ വരുമ്പോൾ പ്രശ്നമില്ല. സൈൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായി. ഇനി ഹെൻസ് പ്രൂവ് എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അതാ പറയുന്നത്, ഇത് ഉപയോഗിച്ച്, അതായത് ഹെൻസ് പ്രൂവ് എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് കോസ് 2x പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പ്രൂവ് ചെയ്യാം. നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് മാത്രമേ വരുന്നുള്ളൂ ഇക്വേഷൻ, ഇല്ലയോ? അപ്പം നമുക്കിവിടെ വൈ അങ്ങ് മാറ്റി എക്സ് എന്നാണ് കൊടുക്കാം. പുട്ട് വൈ സീക്വൽ ടു എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? കോസ് എക്സ് പ്ലസ് എക്സ് സീക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ശരിയല്ലയോ? അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്തുവാ? കോസ് സ്ക്വയർ എക്സ്. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്തുവാ? സൈൻ സ്ക്വയർ എക്സ്. ഈ കോസ് എക്സ് പ്ലസ് എക്സ് എന്തുവാ? കോസ് 2x സീക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ശരിയല്ലയോ? പക്ഷെ നമുക്കിവിടെ എന്ത് മാത്രം മതി? സൈൻ സ്ക്വയർ എക്സിൻ്റെ ടേം മാത്രം മതി, കോസ് സ്ക്വയർ എക്സ് വേണ്ട. നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആയതുകൊണ്ട് അവിടെ നിന്നും കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ കോസ് സ്ക്വയർ എക്സിന് പകരം നമ്മൾ കൊടുക്കുകയാണ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്, പിന്നെ ഒരു മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? നമ്മൾ പഠിച്ച തൊട്ട് മുമ്പ് ഡിസ്റ്റൻസ് ഫോർമുല എന്നും പറഞ്ഞ് പഠിച്ചതാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അവിടെ നിന്നും സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നും കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കോസ് 2x ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയാൽ മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസറായി. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് പ്രൂവ് ചെയ്തില്ലയോ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് എക്സിന് പകരം വൈക്ക് വരെ എക്സ് കൊടുക്കുമ്പോൾ നമുക്കിത് എത്തിച്ചേരും. അത് കൂടാതെ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുമെന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് ട്രിഗണോമെട്രിയുടെ കഴിഞ്ഞ 10 വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ 2 പാർട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്ത ഇതേപോലെ പാടുള്ള അടുത്ത ചാപ്റ്ററിൻ്റെ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.